ഹായ് ഗായ്സ്, അപ്പൊ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. എന്താ നോക്കുന്നേ? ഇനി വരുന്നോ? വാ ഇങ്ങോട്ട് വാ, ഒരു ഹായ് പറയല് നോക്കിട്ട് വാ ഇങ്ങോട്ട് വാ. ഇവിടെ ഒരാളുണ്ട്, ഞാൻ വ്ലോഗ് എടുക്കുന്നൊക്കെ നോക്കിക്കുന്നത്. ഞാന് അമ്മായിന്റെ മാക്സി ഇട്ടാണ് കുത്തിരിക്കുന്നത്. പെട്ടെന്നൊരു സാഹചര്യത്തില് നേരെ തറവാട്ടിക്ക് പോകേണ്ടി വന്ന് ഞാൻ മാക്സിമം വളയൊക്കെ ഇട്ടുകാട്ടിയതാ ഒരു കുടുംബിനിയായി ഗായ്സ്. അപ്പം പെട്ടെന്നൊരു സാഹചര്യത്തില് ഞമ്മക്ക് തറവാട്ടിക്ക് ഒന്ന് പോകേണ്ടി വന്ന്. എന്താന്ന് വെച്ചാല് വല്യമ്മക്ക് സുഖമില്ലാന്ന് പറഞ്ഞ വിളിച്ച്. നീ ഇങ്ങോട്ട് വാ, ഇത് താഴത്തെ വീട്ടിലെ മോനാണ്. ഒരു ഹായ് പറ. ഹായ്. ഇങ്ങോട്ട് വാ, നീ ഇങ്ങോട്ട് വാ. എന്റെ ഒരു അനിയത്തിയും കൂടി ഉണ്ട് ഇവിടെ. ഇനി എത്ര ക്ലാസ്സിലാ പഠിക്കുന്നേ? ഓ നേഴ്സറിയിലാണ്. ഇനിയോ? ഓളോ നേഴ്സറിയിൽ പോകുന്നില്ല. പിന്നെ അവന് ഒരു താത്തയും കൂടി ഉണ്ട് അല്ലേ? താത്തന്റെ പേരെന്താ? ഷാര. താത്ത നേഴ്സറി പോവലുണ്ടോ? ഓള് സ്കൂളിൽ പോവലുണ്ടോ? എത്രയിലാ? UKG-യിലാ? ഓന്റെ താത്ത UKG-യിലാണ്, ഓൻ നേഴ്സറിയിലാണ്. പിന്നെ എന്റെ അനിയത്തി ഒരാളും. ഇങ്ങോട്ട് വാ, എന്നെ കാണിച്ചൊടുക്കട്ടെ. ഇങ്ങോട്ട് വാ. ഓള് നമ്മളെ ഷിട്ടുവിന്റെ ഒക്കെ അത്ര ഉള്ളതാണ്. ഓള് നേഴ്സറിയിൽ പോവല്ലേ? ഓള് പോവല്ലേലോ? ഇനി നേഴ്സറിയിൽ നിന്ന് എന്തൊക്കെ പഠിച്ചത്? എന്ത് പായസവും പഠിച്ചത്? പായസം കിട്ടുന്നോണ്ടോ മാത്രം ഓ നേഴ്സറിയിൽ പോകുന്നല്ലേ? ഉപ്പുമാവ് കിട്ടലുണ്ടോ? ഞങ്ങൾക്ക് ഉപ്പുമാവ് അയ്യല്ലേ കിട്ടല്. എനിക്ക് ഉപ്പുമാവ് കിട്ടല്ല, പായസം മാത്രമേ ഉള്ളൂ. രണ്ടു കിട്ടലുണ്ട്. ഓന്റെ താത്തയും വരുന്നുണ്ട്, ഓളെയും കൂടി കാണിച്ചു തരാം. ഓള് കുപ്പായ ഇടായിട്ട് ഞാൻ ഓളോട് ഇനി കുപ്പായിട്ട് പറഞ്ഞിട്ട് ഓള് ഓടിപ്പോയി കുപ്പായൊക്കെ ഇട്ടായിരുന്നു. വേഗം വാ. ഇത് ഓളെ താത്താണ്, ഓന്റെ താത്താട്ടോ ഇത്. ഇനി എത്രയല്ല പഠിക്കുന്നേ? ഓള് UKG-യിലാണേ. ഇനി എന്തൊക്കെ പഠിച്ച സ്കൂളിന്ന്? ABCD. പിന്നെ പാട്ടൊന്നും പഠിച്ചില്ല? പാട്ട് ഓൾ എന്തൊക്കെയോ പഠിച്ചിട്ട്. ഇത് പറയട്ടെ, നിങ്ങൾ രണ്ടാളും അവിടെ പോയി കളിച്ചോളി, ഓക്കെ? അപ്പം ഞാൻ ഇന്നലെ സംഭവം ഷൂട്ടിന് പോയത് കഴിഞ്ഞേ. അപ്പൊ ആടേക്ക് പോകുമ്പോഴാണ് ഉമ്മച്ചിക്ക് സുഖമില്ലാന്നൊക്കെ കേട്ട്, ഉമ്മച്ചി ഹോസ്പിറ്റലാന്നൊക്കെ കേട്ട്. അപ്പൊ ഇന്നലെ തച്ചമ്പോയില് പോയി ആണ് നേരെ അങ്ങോട്ട് പോന്ന്. ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അമ്മായിന്റെ നെയ്റ്റി നിൽക്കുന്നത്. ഡ്രസ്സ് എടുത്തിട്ടില്ല, ബ്രഷ് ഇല്ല, ചാർജർ ഇല്ല, ഫോണിന്റെ ഒന്നുമില്ല. പല്ല് കൈകൊണ്ട് തേച്ച് അമ്മായിന്റെ ഡ്രസ്സ് എടുത്തിട്ട് പിന്നെ ചാർജർ മേത്തല വിട്ട് പോയി ചാർജും ചെയ്ത്. അപ്പം ഇന്നലെ കുറെ തിരക്കും ഷൂട്ടും ഇതൊക്കെ ആയിങ്ങാറ്റ് വീഡിയോ എടുത്തില്ലായിരുന്നു. അതാണ് ഇന്നലെ വ്ലോഗ് ഒന്നും കാണാന്. അപ്പൊ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ തറവാട്ടിലാണുള്ളത്. നമുക്ക് നേരത്തെ ഗോമച്ചിനെ കാണിച്ചു തരാം. ഇന്നലെ ആദ്യം അമ്മച്ചിക്ക് കുറച്ചധികം സോഡിയം കുറഞ്ഞതാണ് എന്നൊക്കെ വിചാരിച്ച് പോയി സോഡിയം ഒക്കെ ചെക്ക് ചെയ്തപ്പോ സോഡിയത്തിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് വയറ്റുന്നോക്കൊക്കെ പിടിച്ച് ആകെ ഒരു മിണ്ടാത്ത അവസ്ഥയിലായിരുന്നു. ഇപ്പൊ ഉമ്മ റെഡിയായി കുറച്ചൊക്കെ. ഞാൻ ഇമ്മനെ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ഭാഗത്ത് ഉമ്മ ഉണ്ട് കിടക്കുന്ന, ഒരു ഭാഗത്ത് ഉമ്മ അഡ്മിറ്റ് ആയ പോലെ എടുക്കുന്ന, ഒരു ഭാഗത്ത് വല്യമ്മയുണ്ട്. വല്യമ്മനെ കാണിച്ചു തരാം. ഉമ്മച്ചി അപ്പുറത്തും കിടക്കുന്നുണ്ട്, ഉമ്മ അപ്പുറത്തും അഡ്മിറ്റ് ആണ്. ഉമ്മ നോക്കാൻ വന്ന അവിടെ നേരെ പുറത്ത് കിടക്കും. അതാ നോക്കല്. ഇവിടെ ഒന്ന് കാര്യം ഇങ്ങനെ ആയിട്ട് നോക്കിക്കും. അപ്പൊ ഉമ്മച്ചിനെ ഇപ്പൊ കാണിക്കുന്നില്ല, ഉമ്മച്ചി കിടക്കാണ്. നോക്കാൻ വന്നാട്ടോ മച്ചി സുഖല്ലായിരിക്കും. എന്നിട്ട് ഇതാ ഞങ്ങളെ സാറമ്മനെ കാണിക്കാനില്ല. സാറമ്മയ്ക്ക് ഇന്ന് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി തന്നിട്ടേ. ഉണ്ണിയപ്പം തിന്നാൻ മറന്നുപോയല്ലോ. പിന്നെ നമുക്ക് ഇനി ഏതായാലും ചായ കുടിക്കുമ്പോ ഉണ്ടാക്കാം. അപ്പോ ഞാനിപ്പോ ഉമ്മന്റെ വീട്ടിലാണ് ഉള്ളത്. അതാണ് ഇനി ബാക്കി. ഉമ്മന്റെ അങ്ങ് തറവാട്ടിൽ അണ്ടോണാണുള്ളത്. ഇന്നലെ ഞങ്ങള് കുറച്ച് ബേജാറാക്കി ഉമ്മച്ചി അല്ലേ? സീരിയസ് ആയി ഉഷാറായി വരുന്നുണ്ട്. ഇന്നലെ നമുക്ക് സദ്യയായി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ബേജാറാക്കിക്കാനും ഉമ്മച്ചിട്ടോ. ഇന്നേക്ക് ഉമ്മക്ക് മാറിയില്ലേ അമ്മ? ഇപ്പൊ റെഡിയായില്ലേ അമ്മ? ഇന്നെന്താ മിണ്ടാത്തേ? എന്നിട്ട് മാറിയില്ലേ? അമ്മ കാക്കണ്ട് കേട്ടോ. ഉമ്മച്ചി കടുക്കാണ്. ഉമ്മച്ചി പറ്റ അവശ്യായി കുത്തിരിക്ക.
ഉമ്മ തീരെ ഒന്നും കഴിക്കൂല. ഉമ്മാണെ ഭയങ്കര മെലിഞ്ഞിട്ടുവാണേ. അപ്പൊ കഴിക്കാണ്ടും കൂടി ആയിട്ട് വയറ്റുന്നോക്ക് കൂടി പിടിച്ചപ്പോ ഉമ്മക്ക് തീരെ ആകുന്നില്ല. ഉമ്മ ആകെ ഡൗൺ ആയിപ്പോയി. ഉമ്മ ഇന്നലെ ഒന്നും മിണ്ടാണ്ട് നിക്കുകയൊക്കെ ചെയ്തപ്പോ ഞങ്ങൾ വിചാരം പമ്പേഴ്സിന് കാത്തിക്കാൻ അമ്മക്ക് വാങ്ങിട്ടേ എനിക്ക് ആയിട്ടാന്ന് വാങ്ങിട്ടാ നമുക്ക് പമ്പേഴ്സ് കൊടുക്കാൻ ഭൂതിയായിപ്പോയി. ഇന്നലെ അവര് അട്ട് ഉടുപ്പിച്ചിട്ട് അത് മതിയായിട്ടാ എടുത്താ മതി എന്നാ പറയുന്നത്. ഓ അമ്മേന്റെ പുതിയ നൈറ്റി തോന്നുന്നുണ്ട്. പുതിയതല്ല, കുറച്ച് പഴയതാ. ഇമ്മക്ക് ഉണ്ടല്ലോ, ഇമ്മ പഴയ നൈറ്റ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല, ആദ്യമായിട്ട് ഞാനൊരു പുതിയ നൈറ്റ് വാങ്ങിയെന്ന്. ഉമ്മ ഇട്ടിട്ടിട്ടിട്ട് ഒഴിവാക്കിയിരുന്ന നൈറ്റ് ഉണ്ടാവില്ല, അത് മാത്രമേ എന്നെ തൊടാൻ സമ്മതിക്കേ പോരേന്ന്. ഇപ്പൊ ഈ പുതിയ നൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഉമ്മക്ക് എന്താ ആന്ന് ഞാൻ പുതിയ നൈറ്റ് ഇട്ട് കാണുമ്പോ. ഞോട് ഉമ്മ പ്രത്യേകം പറയണ്ട് നൈറ്റ് ഇട്ട് നിക്കരുത്, ഉണ്ടോ നൈറ്റ് ഇട്ട് വലിയ തള്ളാവരുത്, അമ്മായി ആവരുത് എന്ന് പറയല്. പക്ഷെ നൈറ്റ് ഇടുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ട്. ഇല്ല, ഇപ്പോഴാരെ നൈറ്റ് ഇടല് കുറവാ. നൈറ്റ് ഇടുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ട്. ഓ അല്ലേ, ഒരു സമാധാനം. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഗൈസ്. വൈകുന്നേരം ചായ, ഉച്ചക്കത്തെ ചോറ്, നെയ്ച്ചോറ്, കറി, ചിക്കൻ കറി, അമ്മായി കോഴി ഇതാക്കുന്നൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തീനും. കോഴിനെ വെട്ടുന്നതൊക്കെ ചോറൊക്കെ ഞങ്ങൾ തിന്ന് കഴിഞ്ഞു. പിന്നെ അന്ന് താത്തയും ഷിട്ടു ഒക്കെ വരും പറയുന്നുണ്ട്. ഷിട്ടുവിനെ കാണാൻ ഉമ്മച്ചി പൂതിയായിട്ട്, വല്യമ്മനെ കാണാൻ, ഉമ്മച്ചിനെ കാണാന്. അപ്പം ഒരു വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഷിട്ടുവിനെ ഞാനും കണ്ടിട്ട് കുറേ ദിവസമായി. ഷിട്ടുവിനെ വന്നിട്ട് കാണാം ഗൈസ്. ഞാൻ കാത്തുന്ന് ഞാൻ മേത്തൽ മാമനെ വീട്ടിക്ക് വന്നപ്പോ മറിയൊക്കെ വന്ന് തായ. അപ്പൊ ഓള് മാത്രം എന്നെ കാണാൻ വേണ്ടി വന്നു. നമുക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. വരെ എന്താ ഇനി ഏത് ടീമിന്റെ ഫാനാ? റൊണാൾഡോ എന്താ ചെയ്യല്? എന്നിട്ട് കളി കണ്ടീനോ? എന്താ ഞാൻ വെക്കുന്നിട്ട് അമ്മായി മാവ് ഉണ്ടാക്കി വെച്ചതിന് ഞാൻ ഉണ്ണിയപ്പം ചൂടാണ്. എന്താ എത്ര വല്ല പറയുന്ന അറിയണ്ടേ? അതിപ്പോ പറയുന്നാല് നമ്മക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുക ഗായ്സ്. ഇത് അമ്മായി രാവിലെ ഉണ്ടാക്കിയ മാവ് കുറച്ചുകൂടി ഉണ്ടായിരുന്നു. ബൂമർ അല്ല, അത് സെൻട്രൽ ഫ്രഷാ. ഫ്രിഡ്ജിൽ വെച്ചാലും ഇനിയിപ്പൊ നന്നാവോന്ന് അറിയൂല. ഉണ്ടാക്കി നോക്കല്ലേ. നീ ഇന്നെ ഈ ക്യാമറ ഒന്ന് പിടിക്കുന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കട്ടെ. മറ്റേ കാര്യം പിടിച്ചോ. കാണിക്കണ്ട, അതിലേക്ക് കാണിച്ചാൽ മതി. ഉണ്ണിയപ്പത്തിന്റെ ചട്ടിയിൽ കടി കാണിക്കണ്ടേ? ഉണ്ണിയപ്പം അങ്ങനത്തെ ചട്ടിയാ? പിന്നെ അങ്ങനത്തെ ചട്ടി എനിക്ക് ഇഷ്ടം. വേറെ ചട്ടിയാണ്. കുയില്ല, ഞാൻ ആദ്യമായിട്ട് കാണണേ. ഗൈസ്, ഞങ്ങളൊക്കെ പീടിയെന്നാ വാങ്ങാൻ. പക്ഷെ ഇത് ഇവിടെ ഉണ്ടാക്കല. നമുക്ക് ഫ്രിഡ്ജിൽ ഉണ്ടാവില്ലേ നോക്കാം ഗൈസ്. ഇപ്പൊ വരാ ഗൈസ്. ഇനി എന്റെ ക്യാമറ ഒക്കെ പൊത്തി പിടിച്ചുണ്ടാക്കുന്നത് ഗൈസ്. ഉണ്ണിയപ്പം ലോഡിങ്. ഓരോന്നെന്തായി വരാന് ഇങ്ങോട്ട്? പുതിയ വേദിയിലൊക്കെ ഐഷു അറിയന്തേ വരാന്? അല്ല ഐഷു ഷിട്ടു ഓല് ഇന്നെ കാണായിട്ട് വരാത്ത. ഇങ്ങനെ കാണായിട്ട് കാണാൻ വന്നല്ലേ ഇങ്ങോട്ടേക്ക്? ഓല് നിന്നാ വരാത്ത? എനിക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. എനിക്ക് ഒരു ഉമ്മ ഉണ്ടെന്നാല്. ഇതിന്റെ മോളാണ് അല്ലേ? ഇതിന്റെ മോളാവള് ഒരു സുന്ദരിയാണല്ലോ അല്ലേ? റൊണാൾഡോന്റെ ജേഴ്സി ഒക്കെ ഇട്ട സുന്ദരി. റൊണാൾഡോ എത്ര ഗോൾ അടിച്ച്? അത് ശരി. നീ ഇത് മറിച്ചിട്ടെടുത്ത് പിടി, ഇപ്പൊ കഴിഞ്ഞു. ഉണ്ണിയപ്പം റെഡി. ഇനിയിപ്പോ വേട്ടെ, വെന്തില്ല, വേവുന്നേ ഉള്ളൂ. സാറമ്മ ഒരു ഉണ്ണിയപ്പ സ്പെഷ്യലിസ്റ്റ് ആണ്.
അല്ലേ? യാ ഇതെന്തിനാ ലൈറ്റർ? അതിന്റെ മറ്റേ സാധനം ഗണ്ണ് കേടായിട്ട്. അപ്പൊ ഗൈസ് ഉണ്ടായിനോ? പോയി. മിസ് ചെയ്തിനോ? എത്ര കൊറേ ആ സാറമ്മ കൊണ്ട കൊടുക്ക നസീറമ്മ വിളിക്കുന്ന പറയും. നീ എടുക്കണമെന്നില്ല, സാറമ്മ കൊടുത്താൽ മതി. സാറമ്മേ നസീറമ്മ. യാ ഗായ്സ് നോക്ക് ഗായ്സ്, നല്ല സൂപ്പർ ഉണ്ണിയപ്പം. സാറമ്മന്റെ മാവ് സൂപ്പർ ആയതിനെ കൊണ്ടാണ്ടോ. നല്ല രസമല്ലേ കാണാന്, നല്ല ക്യൂട്ട് ഉണ്ണിയപ്പം. നീ ഇന്ന് പുതിയ സ്കൂളിൽ പോയിട്ട് എന്തൊക്കെ പഠിച്ചേ? ഇനിയിപ്പൊ 2ാം ക്ലാസ്സിലെത്തിയില്ലേ? എന്നിട്ട് എന്തൊക്കെ പഠിച്ചെന്നൊന്ന് പറഞ്ഞോണ്ട് രീതിക്ക് കൈ ഒടിഞ്ഞോ? ഇല്ല, ഒന്നും ആയില്ല. പറ എന്തൊക്കെ പഠിച്ച രീതിക്കാ? സി എന്താ? സ്കൂളിൽ പോകുമ്പോ എന്തൊക്കെയാണ് ഇതാത്ത, എന്തൊക്കെയാണ് ഇതെന്തൊക്കെ എന്താ സംഭവം? എന്താ നീ എന്തൊക്കെ പറഞ്ഞോണ്ട് എന്തൊക്കെ ഇടണ്ടിയേ? ഇപ്പൊ അമ്മ മഫ്ത ഇട്ടിട്ടല്ലേ സ്കൂളിൽ പോവാ? അപ്പൊ മഫ്ത ഇട്ടേ, അപ്പൊ മഫ്തയിലൊക്കെ മാച്ച് ചെയ്യും. മാച്ച് എന്ത്? ഇവിടെ കുട്ടി അല്ലെങ്കിൽ ഇവിടെ കാല്, ഇവിടെ ഈ സാധനം, പിന്നെ ഇവിടെ മേട്ട് പള്ളാന്മേലൊക്കെ, പിന്നെ ഇത് തല, എന്നിട്ട് ഇവിടെ മഫ്ത, സോക്സ്, ഷൂ, യൂണിഫോം. ഇങ്ങോട്ട് മാച്ച് ചെയ്യാ, ഇങ്ങോട്ട് മാച്ച് ചെയ്യാ, ഇങ്ങോട്ട് മാച്ച് ചെയ്യാ. ഒരാൾ മീന ചോദിച്ച പൊന്നെ എടുത്തു. മീന പൊന്നേടാ, മീന ചോദിച്ചോ? ഇത് പിടിക്ക്. അത് നാണായി പോയി ഗൈസ്. ദീദിയാ എന്തേത്തു? എന്താ വിളിച്ചേ? എന്താ വിളിച്ചേ? എന്താ വിളിച്ചേ? അടക്കെ ചൂട് കാണിക്കട്ടെ. ചൂടുണ്ട്. ചുട്ടു ചാടുന്നതാണ്. എമ്മ മാച്ചസാ പിന്നെ ചാടി. ആ ചമ്മക്ക് ചെല്ലോ, ചമ്മക്ക് ചെല്ല, ചമ്മക്ക് ചെല്ല. പൊന്നെ ടേസ്റ്റുണ്ടോ? സൂപ്പറാ സൂപ്പറാ. ഇങ്ങനെ കാണിക്ക്, സൂപ്പർ കാണിക്ക്, സൂപ്പർ. അക്കുടു എന്നെ പേര് വിളിക്കാൻ പഠിച്ചോള്. അക്കുടു അപ്പുടുവാ? അപ്പുടു ഊ തനിച്ച് തരിക പൊന്നക്ക്. നീ ജനൽമ കയറിയ കണ്ടിനല്ലോ ദീദി. പൊന്ന് വികാണ്ട് ഇങ്ങനെ പിടിച്ചു. അതന്നെ
ഇനിയിപ്പോ നല്ല അഭിനയൊക്കെ പഠിച്ചിക്കല്ലോ. സൂപ്പർ തന്നെ. ഞാൻ തിന്നു. ഇരിക്കര അമ്മണ്ട ഇരിക്കര ഒന്നുകൂടി ഇനി പോയ കാണാൻ പൂതിയായില്ലല്ലോ. നിങ്ങളെല്ലാരും ദീദി അങ്ങോട്ട് കാണാൻ വരാൻ നിക്കേനു. ദീദി കാണാൻ തുപ്പിയോ? ഇങ്ങനെ തീരുന്നതിന് മുന്നേ കൊടുത്തേ. അങ്ങോട്ട് വാ, നമ്മൾ പോക, താഴോട്ട് പോക വാ. മറിയ ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കൂ. ഓളത് കേട്ട് പറയും. ഓ ഡാൻസ് കളിക്കുന്നതാ. എങ്ങനെ ആക്കണ്ടേ? അതൊന്നും കാണില്ല. അവള് ദോ തുള്ളി കളിക്കുക. അവിടെ കൊടുത്തോക്ക്. അവള് തുപ്പിയതല്ലല്ലോ. സുന്ദരിയാടാ, നീ നിന്നെ സുന്ദരിയാടാ. വാ ദീദി എടുക്കട്ടെ. റെഡി 1 2 3. അല്ല പഠിച്ചോനെ, വീണോയി. ഇതിന്റെ പൊന്ന് വീണോയി. ഷുട്ടിന്റെ പമ്പേശ് ഏടാ? പമ്പേശ് ഏടാ? കാണില്ല ദീദി, കാണില്ല. എന്തൊക്കാ മറിയ ചോയ്. ചുണ്ടരി അല്ലല്ല എണീച്ചാള്. അല്ലല്ല എണീക്ക്. അല്ലല്ല അല്ലല്ല പച്ചോനെ. അങ്ങോട്ട് വാ, പോവുക നമ്മള്. അപ്പൊ ഞങ്ങൾ ഉണ്ണിയപ്പം ചുട്ട് തായോട്ട് തറവാട്ടിക്ക് പോവാണ് ഗായ്സ്. റൊണാൾഡോ മുന്നിൽ നടക്കുന്നു. റൊണാൾഡോ ആണ് ഞങ്ങളെ വൈകാട്ടി. വൈക്കലുണ്ടോ? ആടൊന്നും തുള്ളി ചാടി വിൽക്കണ്ട. റൊണാൾഡോവിനെ കാല് പൊട്ടി കിടക്കേണ്ടി വരും. ഫുട്ബോൾ കളിക്കാനാവൂല. വേൾഡ് കപ്പ് മിസ്സാവും. ആ, വേൾഡ് കപ്പ് അങ്ങ് മിസ്സായി പോവും. അങ്ങനെ നടന്നിട്ട് നിങ്ങൾ വണ്ടി വിടാ അച്ഛേ. ആ, അവിടെ വാട്ടി മാമന്റെ ഉണ്ടല്ലേ. കുയ് തേശുണ്ടോ? ഉണ്ടോ? അതിന്റെ ചിരിയാ, അതിന്റെ ചിരിയാ. ആ, ചുണ്ടെങ്ങനെ പൊട്ടിയതെടോ, കുത്തി പോയിക്കുന്നല്ലോ. മൂക്കടാ, തൊള്ളാടാ, തൊള്ള. തൊള്ളാന്ന് പറയാ, വായാന്നെങ്കിലും പറ. ചുണ്ടടാ, ചുണ്ടി, ചുണ്ടടാ, ചുണ്ടടാ, ചുണ്ട്. പല്ലടാ, പല്ല്. പല്ല് കാണിച്ചപ്പോളെ വായലൊക്കെ മുഗ്ഗൂലേ? കാണിക്കൂല. ആട്ടോക്ക് അത് ഉള്ളിലാക്കി വെച്ച ഉണ്ണിയെ പുല്ല് കാക്കി കാണിച്ചൊക്കെ നാവ് കാണിക്കുന്നേ. ഞാൻ ഇന്ന് പോവുകയാണെങ്കിൽ എനിക്ക് കൊണ്ടുപോകാൻ വെച്ച ഉണ്ണിയപ്പാണ് ഇത്. ഇന്ന് പോവാത്തോണ്ട് അതിപ്പോ കണക്കാക്കിയത് വെൽക്കാണ്. മഴ കുണ്ണിയപ്പം വേണ്ട എന്നിട്ടിങ്ങനെ തിന്നാനേ. ഓ ഉള്ളൊരു സൂയും. അതാ മുടി വീണല്ലോ. അറിയാ എങ്ങോട്ട് വാ. എനിക്ക് ഓടിയാകോ? ഓക്കെ, മുടി വീണായിട്ട്. ഇത് താഴത്തെ മക്കളതാണല്ലോ. ഹായ്. അമ്പക്കാനെ കണ്ടിട്ട് ഇപ്പൊ കൊറേ ആയി. അമ്പക്കാകെ സ്ലിം ആയി തോന്നില്ലേ? ആ, അപ്പൊ സ്ലിം ആയി. നിങ്ങള് കുറച്ച് ഉണ്ണിയപ്പം നിന്ന് തടിക്ക്. നിങ്ങൾ ഇല്ലല്ലോ കാണിക്കില്ല. നിങ്ങൾ പൊണ്ടാട്ടിയുടെ പോയി. പൊണ്ടാട്ടിക്ക് ഒന്ന് ആദ്യം കൊണ്ട കൊടുത്താൾ. നിങ്ങൾ ആദ്യം ഇടിക്കൊന്ന്, ഞാൻ കൂടി കൊടുത്തു വരാം. വെളുത്ത് നിൽക്കണേ.
പോയി വായി ഓടാൻ പറ്റുക കുട്ടിക്കൊന്നും ഓർമ്മയില്ല. അടാ അങ്ങോട്ട് നടാ. കുത്തി നോക്ക്. അയാൾ വണ്ടി കുത്തിട്ട് ഞാൻ ഒട്ടിക്ക് തരാം. നീ കേടാ ഊവല്ലേ? ഊണ്ടോ? ഓ ഓ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ കുറച്ച് ചൂടാണല്ലോ പ്രശ്നം. ഓ ഉണ്ണിയപ്പ വിതരണമാണ് നടക്കുന്നത് ഗൈസ്. ഇനി ആരാ ദീദിക്ക് ഊല്ലേ? നല്ല പൊന്നാണല്ലോ. ഒന്ന് മാമനുണ്ടോ അടുക്ക്? അവിടെ ഉപ്പച്ചില്ല, ഉപ്പച്ചി അക്കുടുണ്ട്, ഉപ്പച്ചി മാമന് ചെയ്യ മാമന്. ഓടിക്കോ, വേ സ്പീഡിൽ ഓടിക്കോ. വേ പിടിച്ചോളി, പൊള്ളീച്ച് ഇവിടെ ഉള്ളവർക്ക് തന്നെ തന്നാളാ. ആ ഇല്ല, പൊള്ളീച്ച് പതിക്കലെത്തിയോൾക്ക് കൊടുത്താളാ. നടന്നോ? ആ ഓ പൊള്ളിയോ? പൊന്നുക്ക് പൊള്ളിയോ? ദീദി അവിടെ വരെ കൊണ്ടുപോയി തരാം. ആർക്കാ കൊടുക്കണ്ടിയേ? ഇനി ആർക്കാ കൊടുക്കണ്ടിയേ? പെണ്ണുക്ക് ആർക്കാ കൊടുക്കണ്ടിയേ? മാമന് കൊടുക്ക. ദീദിന്റെ അടുത്ത് കൊടുത്തോ. ഓക്ക് കൈ പൊള്ളി. ഓളിങ്ങനെ പൈസ കൊണ്ടോ കൊടുക്കേനു. കൈ പൊള്ളിന് പതിക്കൽ നിന്നാന്. പിന്നെ അത് ശരി. മാമൻ പൊള്ളിച്ചോ മോളെ കൈ? ഇല്ല ഇല്ല ഇല്ല, നിങ്ങളെ പറ്റിയില്ല. നിങ്ങളോളെ പറ്റിച്ച്. ഞങ്ങൾക്ക് വേണോ ഇനി? വേണ്ടോര് ആത്തുണ്ട്, ഞമ്മക്ക് ആത്തുനിന്ന് എടുക്കാം. വിതരണം ചെയ്തിട്ട് മതിയാവുന്നില്ല. വാള് ഇങ്ങനെ വാവായത് തൂബ ബാബാന്ന് വിളിച്ച് ഐശ്വ ഷിട്ടോ. തൂബ എടാ, തൂബ എടാ. ഉണ്ണിയപ്പ ചേറുക. ഫ്ലാഷ് അടി അതിലെന്താ ഉള്ളേ? ഇമ്മ പേരക്കുട്ടികൾക്ക് ചോറ് വാരി കൊടുക്കുന്നു. ഗായ്സ് വലിയ പോവുകയാണേ. ചിട്ടേ ചിട്ടേ നീ പെപ്പ ഇട്ടിയില്ല? പെപ്പ ഇട്ടിയില്ല? പെപ്പ എവിടെ പോയി? ഏടാ അഴിച്ചേതാ പുതിയ ഏർപ്പിട്ട്? മറിയാങ്ങി പോവുക? നീ ഇവിടെ നിക്കുന്നില്ല? വേദ ഐശു 8ാം ക്ലാസ്സിൽ എത്തിയില്ലേ? ആ കള്ളം പറഞ്ഞ അവിടെ അടി വെട്ടു. കള്ളം പറയുന്ന പോലെ ഞങ്ങൾ വെച്ച് ഓർപ്പിക്കൂല അല്ലേ മറിയ? കള്ളം പറയാ പാടില്ല. ചുട്ടു ടാറ്റ ദീദിക്ക്. ടാറ്റ ബൈ. ഇനി എന്നാ വരിക? നാളെ വരുവോ? ഓ അപ്പൊ ബൈ ഗൈസ്.